വക്കച്ചൻ തിരുവനന്തപുരത്തുനിന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കൊച്ചി വരെ ഒലത്തിയതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ. എടാ ദാണ്ടി ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടാ ഈ വാഹേൽ വക്കച്ചൻ. ആന്റണി അലിയാരുടെ വലന്റെ ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ആന്റണി പഴയ സ്വഭാവമാണെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. സെറ്റപ്പ് കണ്ടിട്ട് മുകളിലുള്ളവന്മാർ അറിഞ്ഞോണ്ട് മധുവിനെ അങ്ങ് തീർത്ത് കളയാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ. അവന്മാരോട് പോയി പറയണം ഞാൻ ഒരു വരക്കം കൂടെ വരണുണ്ടെന്ന്. ഉറൂസും പൊങ്കാലയും പെരുന്നാളും ഒക്കെ കൂടെ ഉള്ളവന്മാരോട് അതെല്ലാം കൂടിയിട്ടിരിക്കാൻ പറയണം. ആശ തീരാതെ ചാകരുതല്ല. ജോയ് പൂ മറ്റൻ സാറേ. അപ്പി നിന്റെ തന്റെ അടുത്ത് പോയി വരാൻ പറ. കച്ചവടം കണക്കൊക്കെ അങ്ങേരുമായിട്ടല്ലേ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ മമ്പർ ആലിക്കുൻ സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിന്റെ അടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളോമ്പരം കലന്ത് കുട്ടിയാച്ചാൽ ശിക്ഷണ തല്ലുപിടിയിലെ മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറഞ്ഞു അതിന്റെ മക്കളോട്. എന്താ ഈ വഴിക്ക്? അറിഞ്ഞില്ലേ, നമ്മുടെ ടോണിയുടെ അമ്മായിയമ്മ 3-4 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റിൽ തട്ടിപ്പോയി. മരിപ്പറിയിക്കാൻ വന്നാ. നിങ്ങളോ? നിങ്ങൾ മൂന്നും കൂടി അടിച്ചാ കമ്മത്ത് നില പെറ്റു. പേരറിയിക്കാൻ വേണ്ടി വന്നതാ. ഇനി എന്താ പരിപാടി? പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. കാര്യങ്ങളപ്പോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ? അവൻ വരട്ടെ, എന്നിട്ട് അവസാനിപ്പിക്കാം. മര്യാദക്ക് വാക്കോറങ്ങി പണിയാ, ഇല്ലെങ്കിൽ എല്ലാത്തിനും കുത്തിക്കൊണ്ടാണ്. ഏതൊരു പ്രശ്നത്തിനും ഒരു റീസൺ ഉണ്ടാവുമല്ലോ കോച്ച്. അങ്ങനെ നോക്കുമ്പോ അവന്മാര് ദീപക്കേട്ടനെ പേടിപ്പിച്ചോണ്ടല്ലേ ദീപക്കേട്ടൻ പേടിച്ചു പോയത്. അപ്പൊ അവന്മാരോടല്ലേ നമുക്ക് ദേഷ്യം തോന്നണ്ടേ, ദീപക്കേട്ടനോടല്ലോ അല്ലേ? കൊച്ചിനിപ്പൊ തോന്നുന്നത് അവന്റെ തലടിച്ചു പൊട്ടിക്കാനല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായകൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. എന്തിനും മടിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയക്കണം. എന്നാൽ അവിടെ ഒരു നായുണ്ട്, an obedient pitbull, ദത്ത് സഹോദരൻ മാർക്കോ, a born criminal. ഒന്നൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകൂ. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും